ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചേമ്പില വെച്ചിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ 2 ചേമ്പിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ചേമ്പിലയാണോ എത്ര സ്നാക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചേമ്പില എടുക്കാം. അപ്പോൾ അതാ ഞാൻ ചേമ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഈ ഒരു തണ്ടുണ്ടല്ലോ, കുറച്ച് വണ്ണത്തിലുള്ള ഈ ഒരു തണ്ടൊന്ന് നമുക്ക് ചെത്തിക്കളയണം. എന്നിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ചേമ്പില ആയതുകൊണ്ട് തന്നെ ചേമ്പിലേക്ക് ചൊറിച്ചിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ചൊറിച്ചിലൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുക കേട്ടോ. അപ്പോൾ പുളി നിർബന്ധമായിട്ടും ചേർക്കണം. പുളിവെള്ളവും അതുപോലെ സാധാരണ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം കൂടി പോകരുത്. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ചേമ്പിലുണ്ടല്ലോ അതിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ കുറച്ചൊരു കട്ടിയായി തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ പോലെ ആവുന്ന വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇലയിൽ ഫുള്ളായിട്ട് ആക്കിയതിന് ശേഷം ഈ ഒരു 2 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പുറമേക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ഒരു നടുഭാഗത്തുള്ള തണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചെത്തി കളയണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ ആയതുകൊണ്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ കാണാം. ഇനി ഇതിങ്ങനെ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മുടെ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഇത് മൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. എന്നിട്ട് എടുക്കാനാവുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചേമ്പില കൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിതിലേക്ക് പുളിവെള്ളം എന്തായാലും ചേർക്കണം കേട്ടോ. പുളി ചേർക്കുമ്പോഴേ ഉള്ളൂ ഈ ഒരു ചേമ്പിലിൻ്റെ ചൊറിച്ചിൽ പോവുള്ളൂ. അപ്പോൾ പുളി നിർബന്ധമായിട്ടും ചേർക്കണം, അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്